മഹിയേട്ട വേണ്ട, പറയുന്നൊന്ന് കേക്ക്. ദേ ഇത് ഞാൻ തന്നു വിടില്ല. ബലമായി ഇതും കൊണ്ട് പോകാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോ എന്റെ ശവമായിരിക്കും കാണുന്നത്. ഇങ്ങോട്ട് താ. ഈ തോക്കല്ലേ നിനക്ക് പിടിച്ചടക്കി വെക്കാൻ പറ്റൂ? ഈ മഹേന്ദ്രന്റെ ചട്ടമ്പിത്തരത്തിനും ചങ്കൂറ്റത്തിനും കൂച്ചുവലങ്ങിടാൻ നിനക്ക് പറ്റില്ലല്ലോ. അച്ഛാ, ഇതിപ്പോ ഈ സമയത്ത് പോണോ? പിന്നെ വേണ്ടേ? എന്നെ തകർത്തിട്ട് അവൻ എങ്ങനെ പ്ലാമൂട്ടിൽ വീട്ടിനകത്ത് രാജാവിനെ പോലെ സപ്രമഞ്ചത്തിൽ ഞെളിഞ്ഞു കിടക്കണ്ട. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. നീ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വന്ന് വണ്ടി കയറ്. പിന്നെ തിരിച്ചിങ്ങോട്ട് ഈ രീതിയിൽ വീട്ടിൽ വന്ന് കയറുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കേറാൻ യോഗം ഉണ്ടെങ്കിൽ വന്ന് കേറും. യുദ്ധത്തിൽ ജയിച്ചു വന്നാൽ വീട്, അല്ലെങ്കിൽ ചുടുകാട്. ഇത് അച്ഛൻ തന്നെ പറഞ്ഞു പഠിപ്പിച്ചെന്ന വാചകമാ. മരിക്കാനാണെങ്കിലും ജയിക്കാനാണെങ്കിലും ശിവനുണ്ടാവും കൂടെ. പ്ലാമൂട്ടിൽ കുടുംബത്തിനെ നിലയ്ക്ക് നിർത്താൻ മഹേന്ദ്രന് ആയുധമൊന്നും വേണ്ടടി. ദേ എന്റെ ഈ ചൂണ്ടാണി വിരളം മാത്രം മതി. പിന്നെ എന്റെ ഈ മകനും. വാടാ, വന്ന് വണ്ടി കയറാ. നോക്കി നിൽക്കാതെ വന്ന് വണ്ടി എടുക്കടാ. എടാ മോനെ ശിവ, വേണ്ട. എടാ ശിവ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞാനിപ്പോ പോകുന്നത് അച്ഛന്റെ ഒപ്പമാ. പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ കൂടെ ആയിരിക്കും അച്ഛൻ. അമ്മ ധൈര്യമായിട്ടിരിക്കും. മോനെ പ്ലാമൂട്ടിലെ ഗേറ്റിനകത്തോട്ട് വണ്ടി കയറ്റി നിർത്തണം. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇടിച്ച് തകർത്തകത്തോട്ട് കയറ്റി നിർത്തണം. നമ്മുടെ ഈ വരവില് അവനൊന്ന് ഞെട്ടണം. വണ്ടി എടുക്കടാ. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. എന്റെ അമ്മയ്ക്ക് പറയുന്നോളൂ നീ. ഓരോന്ന് പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. അതും കേട്ടും മിണ്ടാതെ അവിടെ നിന്നോണം. അല്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ കണ്ടിക്കും. യോഹന്നാനെ, എന്റെ ബിസിനസ്സുകൾ നീ വെട്ടിപ്പിടിച്ചതും എന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതുമൊക്കെ ഞാൻ ബോധപൂർവം അങ്ങ് മറക്കുക. അതൊരു കീഴടങ്ങലായിട്ടല്ല, ഞാൻ നിനക്ക് തരുന്ന ദയ, സിമ്പതി. ആ ദയയും വാങ്ങി എന്റെ പുറത്തേക്ക് കുതിര കയറാൻ വരാതെ ജീവിച്ചാൽ നിന്റെ ആയുസിന് യാതൊരു കോട്ടവും വരില്ല. ഇല്ലെങ്കിൽ നിന്റെ ഈ ചങ്കില് ഞാൻ ഓട്ടയിടും. നീ ഇപ്പൊ രാജാവിനെ റാണിയെ വെട്ടാനായിട്ട് ഇറക്കിയിരിക്കുന്ന ഈ കാലാൾപ്പടയില്ലേ, എല്ലാം വെട്ടേറ്റ് വീഴും. അപ്പോഴേ നീ പഠിക്കൂ. ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ വാണിയാ. ഇനിയും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമായി എന്റെ പിന്നാലെ എങ്ങാനും നീ വന്ന യോഹന്നാനെ, ഞാൻ ആയുധം എടുത്തു എന്ന് വരും. അങ്ങനെ വന്നാൽ ഈ വീടിന്റെ മുറ്റത്തെ ശവപ്പെട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അന്ത്യചുംബനം നൽകാൻ പ്ലാമൂട്ടിൽ കുടുംബത്തിൽ ആളില്ലാത്തത് കൊണ്ട് നിനക്ക് പുറത്തുനിന്ന് കൂലിക്ക് ആളെ വിളിക്കേണ്ടി വരും. ഓർത്തോടാ നീ. ശിവ, വാടാ. എടാ, ഈ ചങ്കുറപ്പെന്നൊരു അയച്ചുണ്ടല്ലോ, അത് അങ്ങാടിക്കട വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആയുധം കയ്യിലെടുത്ത പരിചയ സമ്പത്ത് കൊണ്ടും അത് കയ്യിലെടുത്ത് പെരുമാറിയതിന്റെ അനുഭവ സമ്പത്ത് കൊണ്ടും ഞാൻ പറയാ,
ഈ മുട്ടയെന്ന് വിരിയാത്ത എല്ലുറയ്ക്കാത്ത പിള്ളേരുടെ കയ്യിൽ ഒരു വടിവാളം കൊടുത്ത് വിട്ടാലേ ഭസ്മാസുരന് വരം കൊടുത്ത അനുഭവം ഉണ്ടാവുക. സ്വയം കത്തിത്തീരേണ്ടി വരും. കൈ കൊണ്ട് നടക്കുന്ന ആയുധം കൊണ്ട് തന്നെ സ്വയം വെട്ടേക്കേണ്ട അനുഭവം ഉണ്ടാവും തന്തയ്ക്കും മോനും. ഇത് ഉപദേശമായിട്ടൊന്നും കരുതണ്ട. ഉപദ്രവമായിട്ട് മനസ്സിൽ കണ്ടാലും കുറെ കാലത്തേക്ക് ആയുസിന് ഭംഗം വരില്ല. ഇല്ലെങ്കിൽ സെൽഫ് അറ്റാക്കിൽ ഭിത്തിയെ കയറും അപ്പന്റെ മോന്റെ പാടം. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. അപ്പോ അവൻ കാലം മുന്നിൽ കൊണ്ടുതരും ഒരു പുഴുവായിട്ട്. അപ്പോ ചവിട്ടി അരച്ചേക്കണം. അതിനുവേണ്ടി എന്റെ മോൻ കാത്തിരിക്കുക.